Today we will be discussing the shortest path algorithm. It is known as Dijkstra's algorithm. It is used to find the shortest path from a specified vertex to another specified vertex. First, we will come on with a matrix. We will define G based on the input graph. A simple weighted digraph G. ഒരു weighted digraph ഉണ്ട്. Weighted digraph എന്ന് നമുക്കറിയാം എഡ്ജസിൽ വെയിറ്റ് അസോസിയേറ്റഡ് ഉണ്ട്. ഡയഗ്രാഫ് എന്ന് പറയുമ്പോൾ എഡ്ജസ് ഡയറക്റ്റഡ് ആയിരിക്കും, n വെർട്ടീസുകളും ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരു മെട്രിക്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. d ഈക്വൽ ടു സ്മോൾ d ij. ഇത് n/n മെട്രിക്സ് ആണ്. n വെർട്ടീസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ n/n മെട്രിക്സ്. ഇനി ഈ d ij എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിലെ വാല്യൂസ് നമുക്ക് 3 വാല്യൂസ് പോസിബിൾ ആണ്. ഫസ്റ്റ് വൺ, ലെങ്ത് ഓർ വെയിറ്റ് ഓഫ് ദ ഡയറക്റ്റഡ് എഡ്ജ് ഫ്രം വെർട്ടെക്സ് i ടു j. ഐയിൽ നിന്ന് jയിലേക്ക് ഒരു ഡയറക്റ്റഡ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജിൻ്റെ വെയിറ്റ് ആയിട്ട് നമുക്ക് ഈ ഡി ഐ ജെ വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി അല്ല, ഇറ്റ് ക്യാൻ ബി 0 ഓർ ഇറ്റ് ക്യാൻ ബി ഇൻഫിനിറ്റി. ഈ എഡ്ജ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മളതിനെ ഇൻഫിനിറ്റി ആയിട്ട് മാർക്ക് ചെയ്യും. സോ ദിസ് ഈസ് ഹൗ നമ്മൾ മെട്രിക്സിന് ഗ്രാഫിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു യൂസിങ് എ മെട്രിക്സ്. അപ്പോൾ ഇൻ ജനറൽ ഡി ഐ ജെ നോട്ട് ഈക്വൽ ടു ഡി ജെ ഐ. നമ്മൾ ഡയഗ്രാഫാണ് യൂസ് ചെയ്യുന്നത്. ഐ ടു ജെയും ജെ ടു എയും ഡിഫറെൻറ്റ് എഡ്ജസും ഡിഫറെൻറ്റ് വെയ്റ്റ്സും ആവാം. സോ ഡി ഐ ജെ നോട്ട് ഈക്വൽ ടു ഡി ജെ ഐ. അതുപോലെ തന്നെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഡി ഐ ജെ പ്ലസ് ഡി ജെ കെ മേ ബി ലെസ് ദാൻ ഡി ഐ. ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത്, അല്ലെങ്കിൽ ഒരു ഏറ്റവും ലെങ്ത് കുറവുള്ള ഒരു പാത്ത് കണ്ടുപിടിക്കുക ഫ്രം എ സ്പെസിഫൈഡ് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ടു എ ടെർമിനൽ വെർട്ടെക്സ് ഓർ ഡെസ്റ്റിനേഷൻ വെർട്ടെക്സ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജ്ക്സ്ട്രാസ് അൽഗോരിതം. ഇറ്റ് ഈസ് ആൻ ഐറ്ററേറ്റീവ് പ്രൊസീജിയർ. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ചെയ്യുന്നത് വെർട്ടെക്സുകൾക്ക് ലേബൽ അസൈൻ ചെയ്യണം. 2 ടൈപ്പ് ലേബൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ടെമ്പററി ലേബൽസ് ആൻഡ് പെർമനന്റ് ലേബൽസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിന് പെർമനന്റ് ലേബൽ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കി എല്ലാത്തിനെയും ടെമ്പററി ലേബലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ പ്രോസസ്സിംഗ് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ വെർട്ടിസസിന് വീതം പെർമനന്റ് ലേബൽ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഗെയിനിങ് പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മുടെ ടെർമിനൽ വെർട്ടെക്സിന് പെർമനന്റ് ലേബൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആ പെർമനന്റ് ലേബലായിരിക്കും നമ്മളുടെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ്. നമുക്ക് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Algorithm begins by assigning a permanent label 0 to the starting vertex s and a temporary label infinity to the remaining n-1 vertices. അൽഗോരിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിന് ഒരു പെർമനന്റ് ലേബൽ 0 നമ്മൾ അസൈൻ ചെയ്യും. ബാക്കിയുള്ള എല്ലാ n-1 വെർട്ടീസുകൾക്കും ടോട്ടൽ n ആണ്. അതിൽ ഫസ്റ്റ് വെർട്ടെക്സിന് മാത്രം ഒരു പെർമനന്റ് ലേബൽ അസൈൻ ചെയ്തു. ബാക്കിയുള്ള എല്ലാ വെർട്ടീസുകൾക്കും, അതായത് n-1 വെർട്ടീസുകൾക്കും ടെമ്പററി ലെവൽ നമ്മൾ അസൈൻ ചെയ്യുന്നു. ആ ടെമ്പററി ലെവലിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി. ഇനി ഓരോ ഐറ്ററേഷനായാലും നമ്മൾ ഓരോ വെർട്ടെക്സിന് പെർമനന്റ് ലെവൽ കിട്ടും. ഇനി എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിന് കുറച്ച് റൂൾസ് ഡിഫൈൻഡ് ആണ്. നമ്മൾ എങ്ങനെയാണ് പ്രോസസ്സിംഗ് മുമ്പോട്ട് പോകുന്നതാണ് ഫസ്റ്റ് പറയുന്നത്. ഫോർ എവറി വെർട്ടെക്സ് ഐ ഫൈൻഡ് ദ സക്സസർ വെർട്ടീസസ് സെയിം ജെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഒരെണ്ണം ചൂസ് ചെയ്തു. ഇനി അതിൻ്റെ സക്സസർ വെർട്ടീസുകളാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലെറ്റ് ഐ ഇസ് ദ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ്, ജെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സക്സസർ വെർട്ടീസുകളെ ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സക്സസർ എന്ന് പറഞ്ഞാൽ ഐയിൽ നിന്ന് ഏതെല്ലാം വെർട്ടീസുകളിലേക്ക് പോകാൻ പറ്റുമോ, അല്ല ഡയറക്റ്റ് അഡ്ജസ്റ്റ് അതെല്ലായിരിക്കും ജെയിൽ വരിക. ഇനി ഓരോ ജെയുടെ കേസിലും പെർമനന്റ് ലേബൽസ് കിട്ടിയിട്ടില്ലാത്ത ഓരോ ജെയുടെ കേസിലും നമ്മൾ പുതിയൊരു ടെമ്പററി ലേബൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ ജെയ്ക്ക് ഓരോന്നിനും നമ്മൾ ടെമ്പററി ലേബൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഈ കാൽക്കുലേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദി ഇക്വേഷൻ മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് ജെ. ജെയ്ക്കാണ് പുതിയ ലേബൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മിനിമം ഓഫ് 2 വാല്യൂസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മിനിമം ഓഫ് ഫസ്റ്റ് വാല്യൂ എന്ന് വെച്ചാൽ ജെയുടെ ഓൾഡ് ലേബൽ. ഇപ്പോൾ ജെയ്ക്കുള്ള ഒരു ലേബൽ വാല്യൂ ഉണ്ടാവില്ല, ആ വാല്യൂ ഏതാണോ അത്. പിന്നെ സെക്കൻഡ് കമാൻഡ് ഈസ് ഓൾഡ് ലേബൽ ഓഫ് ഐ പ്ലസ് ഡി ഐ ജെ. ഈ ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? ലാസ്റ്റ് നമ്മൾ പെർമനന്റ് ലേബൽ കൊടുത്തിട്ടുള്ള ഏത് വെർട്ടെക്സ് ആണോ അതായിരിക്കും നമ്മളുടെ ഐ. ഈ കേസിൽ നമ്മൾ ഫസ്റ്റ് വെർട്ടെക്സ് ഏതാണോ ഐ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സക്സസറാണ് ജെ. അങ്ങനെയാണെങ്കിൽ ജെ പ്രോസസ് ചെയ്യുമ്പോൾ ജെയുടെ ഓൾഡ് ലേബൽ ആദ്യം കൺസിഡർ ചെയ്യുക, അത് ഫസ്റ്റ് കമ്പോണന്റ്. ഈ സെക്കൻഡ് കമ്പോണന്റായിട്ട് ജെ എവിടെ നിന്നാണ് ജനറേറ്റഡ് ആയത്? ഐയിൽ നിന്നാണ് ജെ ജനറേറ്റഡ് ആയത്. അപ്പോൾ ഐയുടെ ഓൾഡ് ലേബൽ കൺസിഡർ ചെയ്യുക പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം ഐ ടു ജെ. ഇതിലേതാണോ മിനിമം ദാറ്റ് വാല്യൂ വിൽ ബി ദ ന്യൂ ടെമ്പററി ലേബൽ ഫോർ ജെ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് വെർട്ടെക്സ് പെർമനൻ്റ്ലി ലേബിൾഡ് ഇൻ ദ പ്രീവിയസ് ഇറ്ററേഷൻ. അപ്പോൾ ലാസ്റ്റ് ഇറ്ററേഷനിൽ നമ്മൾ ഏത് വെർട്ടെക്സിനെയാണോ പെർമനൻ്റ് ആയിട്ട് ലേബൽ ചെയ്തത് അതാണ് ഐ. ഡി ഐ ജി എന്ന് പറഞ്ഞാൽ ഐയിൽ നിന്ന് ജെയിലേക്കുള്ള ഡയറക്റ്റ് ഡിസ്റ്റൻസ്. ഇനി ഐയും ജെയും തമ്മിൽ എഡ്ജൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡി ഐ ജി ഈക്വൽ ടു ഇൻഫിനിറ്റി.
അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഓരോ വെർട്ടീസുകൾക്കും ടെമ്പററി ലേബൽസ് നമ്മൾ അസൈൻ ചെയ്യുന്നു. ഇനി ഈ ടെമ്പററി ലേബൽസിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂവിനെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് പെർമനന്റ് ആയിട്ട് മാറ്റുക. ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ among all the temporary labels is found and this becomes the permanent label of the corresponding vertex. ഇനി രണ്ടെണ്ണത്തിന് ഒരേപോലെ വരികയാണെങ്കിൽ അതായത് ടൈ വരുന്ന സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ പെർമനന്റ് ലേബലായിട്ട് ചൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ രണ്ട് സ്റ്റെപ്സ്, ഫസ്റ്റ് നമ്മൾ ടെമ്പററി ലേബൽ അസൈൻ ചെയ്തു, പിന്നെ അത് മാത്രമല്ല ടെമ്പററി ലേബൽ മിനിമം ഉള്ളതിനെ പെർമനന്റ് ആക്കി. ഈ പ്രോസസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു അണ്ടിൽ ദ ഡെസ്റ്റിനേഷൻ വെർട്ടെക്സ് ടി ഗെറ്റ്സ് എ പെർമനന്റ് ലേബൽ. അപ്പോൾ ഏത് ഡെസ്റ്റിനേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷന് പെർമനന്റ് ലേബൽ കിട്ടുന്ന ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഈ ലാസ്റ്റ് വെർട്ടെക്സിനുള്ള പെർമനന്റ് ലേബലിന്റെ വാല്യൂ ആയിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് വെർട്ടെക്സ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ്. അപ്പോൾ ലാസ്റ്റ് അല്ലെങ്കിൽ ടെർമിനൽ വെർട്ടീസിന്റെ പെർമനന്റ് ലേബൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പെർമനന്റ് ലേബലിലുള്ള എന്ത് വാല്യൂ ആണോ അതായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ടു ദാറ്റ് പർട്ടിക്കുലർ ടെർമിനൽ വെർട്ടെക്സ്. യൂസ് ചെയ്യാൻ എക്സാമ്പിൾ, നമുക്കൊരു ഗ്രാഫ് വന്നിട്ടുണ്ട് എ ബി സി ഡി ഇ എഫ് ജി, പിന്നെ ഡയറക്ടർ എഡ്ജസ് ഉണ്ട്, എഡ്ജസിൽ വെയിറ്റ്സ് പറയും. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം വെർട്ടെക്സ് ബി ടു ജി ഇൻ ദ ഡയഗ്രാം. ജിയിൽ നിന്ന് ജിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പെർമനന്റ് ലേബൽസ് അസൈൻ ചെയ്യുമ്പോൾ അത് നമ്മൾ സ്ക്വയറിനുള്ളിൽ എൻക്ലോസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്, നമുക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. ദിസ് ഈസ് ദ ഫസ്റ്റ് പൊസിഷൻ. ബിയിൽ നിന്ന് ജിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും വെർട്ടീസുകൾ നമ്മുടെ കയ്യിലുണ്ട്, എല്ലാത്തിനും ലേബൽസ് അസൈൻ ചെയ്യുന്നു. നമ്മൾ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ഏതാണ്, ബി ആണ്, അതുകൊണ്ട് അതിന് സ്ക്വയറിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു, ഇൻക്ലോസ് ചെയ്ത് കാണിച്ചിരിക്കുന്നു സ്ക്വയറിനുള്ളിൽ. ബാക്കി എല്ലാത്തിനും നമ്മൾ ഫസ്റ്റ് എന്താക്കി ഇനിഷ്യലൈസ് ചെയ്തു, ഇൻഫിനിറ്റി ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ ഇതിന് ബിക്ക് മാത്രം 0 ലേബൽ, ദാറ്റ് ഇസ് എ പെർമനന്റ് ലേബൽ, സ്ക്വയർ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ്. ബാക്കി എല്ലാത്തിനും ടെമ്പററി ലേബൽസ് ഇൻഫിനിറ്റി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ ബിയുടെ സക്സസേഴ്സിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ബിയുടെ സക്സസേഴ്സ് എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് എങ്ങോട്ടൊക്കെയല്ല ഡയറക്ടർ എഡ്ജസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ബിയിൽ നിന്ന് എയിലേക്കും പോവാം, സിയിലേക്കും പോവാം. സോ ഹിയർ ബി ഈസ് കൺസിഡേർഡ് ആസ് ഐ ആൻഡ് സക്സസേഴ്സ് എയും സിയും നമുക്ക് ജെയുടെ എലമെന്റ്സ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇനി ഓരോ ജെയ്ക്കും നമ്മൾ പ്രോസസ്സിങ് ചെയ്യണം. ഓരോ ജെയ്ക്കും എന്താ ചെയ്യേണ്ടത്, പുതിയ ടെമ്പററി ലേബലിന്റെ വാല്യൂ കാൽക്കുലേറ്റ്. അപ്പോൾ ഫസ്റ്റ് എക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, പിന്നെ സിക്ക് കാൽക്കുലേറ്റ് യൂസിങ് ദ ഇക്വേഷൻ. ആദ്യം ടെമ്പററി ലേബൽ ഓഫ് എ, നമ്മുടെ ഇക്വേഷൻ മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് ജെ. മിനിമം ഓൾഡ് ലേബൽ ഓഫ് ജെ എന്ന് പറയുമ്പോൾ എന്തായി, എയുടെ ഓൾഡ് ലേബൽ, ഒയുടെ ഓൾഡ് ലേബൽ എന്താണ്, ഇൻഫിനിറ്റിയാണ്, ഇൻക്രീസ് ദ ഫസ്റ്റ് വാല്യൂ. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താണ്, ഓൾഡ് ലേബൽ ഓഫ് ഐ പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം ഐ ടു ജെ. ഓൾഡ് ലേബൽ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ, ലാസ്റ്റ് നമ്മൾ ഏത് വെർട്ടെക്സിനാണോ പെർമനന്റ് ലേബൽ കൊടുത്തത്, പേരാ കൊടുത്തത് ബിക്ക് ആയിരുന്നു കൊടുത്തത്. അപ്പോൾ ഇതിന്റെ ഓൾഡ് ലേബലിന്റെ വാല്യൂ ദാറ്റ് ഇസ് 0. 0 പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം ഐ ടു ജെ. ഐ ടു ഐ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ബി ആണ്. സോ ബി ടു എ എന്നാണ് ഡിസ്റ്റൻസ്. ഇതായിരിക്കും നമുക്ക് മിനിമം കണ്ടുപിടിക്കണം. ഇനി ഡിസ്റ്റൻസ് ഫ്രം ബി ടു എ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും. ബി ടു എ ഇസ് 7. സോ ഇൻഫിനിറ്റി 0 പ്ലസ് 7. അപ്പോൾ നമുക്ക് വാല്യൂ എന്ത് കിട്ടി, മിനിമം വാല്യൂ ഇസ് 7. അപ്പോൾ എക്ക് ടെമ്പററി ലേബൽ കിട്ടി. ഇതുപോലെ തന്നെ സെയിം പ്രോസസ് ഫോർ സി. ടെമ്പററി ലേബൽ ഓഫ് സി, അവിടെ ആദ്യം ഓൾഡ് ലേബൽ ഓഫ് സി അത് ഇൻഫിനിറ്റി ആണ് ഇനിഷ്യലി ആയതുകൊണ്ട്. സെക്കൻഡ് എന്താ ചെയ്യേണ്ടത്, ഓൾഡ് ലേബൽ ഓഫ് ബി പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം ബി ടു സി. ഓൾഡ് ലേബൽ ഓഫ് ബി യൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെന്താ ഈ സി എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്തതെന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റ് ഏത് വെർട്ടെക്സിനാണ് പെർമനന്റ് ലേബൽ കൊടുത്തതെന്ന് നോക്കിയാൽ മതി. നമ്മൾ പെർമനന്റ് ലേബൽ കൊടുത്തിരുന്നത് ബിക്കായിരുന്നു. സോ ഓൾഡ് ലേബൽ ഓഫ് ബി പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം ബി ടു സി. ഇതിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ബിയുടെ ലേബൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 0 ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡി ബി സി എന്ന് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും. ഡിസ്റ്റൻസ് ഫ്രം ബി ടു സി ഇസ് 1. അപ്പോൾ 0 പ്ലസ് 1, അപ്പോൾ അതിന്റെ മിനിമം വാല്യൂ ഇസ് 1. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഇങ്ങനെയായിരുന്നു. എയുടെ ലേബലിന്റെ വാല്യൂ 7 ആയി, എയുടെ ലേബൽ വാല്യൂ 1 ആയി, ബാക്കിയെല്ലാം ഇൻഫിനിറ്റി. ഈ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മുടെ പ്രോസസ്സിൽ സ്മോളസ്റ്റ് ലെവൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പെർമനന്റ് ലെവൽ. ഈ കേസിൽ സ്മോളസ്റ്റ് ലെവൽ കിട്ടിയിരുന്നത് സി എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആണ്. സോ ദിസ് വിൽ ബി മേഡ് പെർമനന്റ്. അപ്പോൾ അത് നമ്മൾ പെർമനന്റ് ലെവൽ ആക്കി. അതുകൊണ്ടാണ് ഈ ഒരു ടിക്ക് മാർക്ക് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കറന്റ് നമ്മൾ പെർമനന്റ് ലെവൽ ആക്കിയിരിക്കുന്നത് സിനെയാണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. സിയുടെ സക്സസേഴ്സിനെ കണ്ടുപിടിക്കുക. ഇപ്പോൾ സിയിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ആവുന്ന അല്ലെങ്കിൽ സിയിൽ നിന്ന് പോകുന്ന എല്ലാം നോട്ട്സ് ആണ് കണ്ടുപിടിക്കുക. ഇതാണ് സി. സിയിൽ നിന്ന് എ ഉണ്ട്, ബിയിലേക്കുണ്ട്, എഫിലേക്കുണ്ട്. 3 ഡയറക്റ്റ് എഡ്ജസ് ഉണ്ട്. അപ്പോൾ എയിലേക്ക് 3, ബിയിലേക്ക് 4, എഫിലേക്ക് 3. 3, 4, 3 ആണ് എഡ്ജസിന്റെ വെയിറ്റ്. അപ്പോൾ നമ്മൾ സിയെ പ്രോസസ് ചെയ്യണം. ആദ്യം സക്സസേഴ്സ് എ, ബി, എഫ്.
കണ്ടുപിടിക്കുക ഏതൊക്കെയാണെന്ന്. ഇതിനെ ഓരോന്നിനും നമ്മൾ ജെ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഐ ഏതാണ്? ലാസ്റ്റ് പെർമനന്റ് ലേബിൾ കൊടുത്ത ഏത് വെർട്ടെക്സ് ആണോ അത്, അതായത് സി ആണ് നമ്മുടെ ഐ. ഇനി ഇതിന് മൂന്നിന് ടെമ്പററി ലെവൽസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൽ എക്ക് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇറ്റ് വിൽ ബി അപ്ഡേറ്റഡ്. ഇക്ക് എഫ് നമ്മൾ ഇതുവരെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ന്യൂ ടെമ്പററി ലേബൽ ഓഫ് എ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പഴയത് തന്നെ. ആദ്യം ഓൾഡ് ലേബൽ ഓഫ് എ എടുക്കുക, പിന്നെ ഓൾഡ് ലേബൽ ഓഫ് ഐ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മളുടെ ഐ എന്താണ്? സി ആണ് നമ്മളുടെ ഐ. ലാസ്റ്റ് പെർമനന്റ് ലേബൽ കൊടുത്ത ഏത് വെർട്ടെക്സ് ആണോ ആ വെർട്ടെക്സ്. ഓൾഡ് ലേബൽ ഓഫ് സി പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം സി ടു എ. ഓൾഡ് ലേബൽ ഓഫ് എ നമുക്ക് 7 ആണ്, അതിവിടെ കിട്ടി. ഓൾഡ് ലേബൽ ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്, അത് നമുക്ക് കിട്ടി. ഡിസ്റ്റൻസ് ഫ്രം സി ടു എന്നാണ് നമ്മളിപ്പോൾ ഗ്രാഫിൽ കണ്ടു. ദാറ്റ് ഈസ് സിയിൽ നിന്ന് എയിലേക്ക് ആ എഡ്ജിലുള്ള വെയിറ്റ്, ദാറ്റ് ഈസ് 3. So 7, 3 plus 1, 4. അതിൻ്റെ മിനിമം വാല്യൂ എന്താണ്? 4. So this 7 will be updated to 4. അപ്പോൾ എയുടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇയും ഉണ്ട്, എഫും ഉണ്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ടെമ്പററി ലേബൽ ഓഫ് ഇ. ഇക്വേഷൻ സെയിം തന്നെ. ആദ്യം ഓൾഡ് ലേബൽ ഓഫ് ഇ എടുക്കുക, എന്താണ്? ഇൻഫിനിറ്റി ആണ്. നെക്സ്റ്റ് എടുക്കേണ്ടത് ഓൾഡ് ലേബൽ ഓഫ് സി, ദാറ്റ് ഈസ് 1 പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം സി ടു ഇ. ഈ നീഡിലുള്ള എഡ്ജിൻ്റെ വെയിറ്റ് 4 ആയിരുന്നു. അപ്പോൾ 1 പ്ലസ് 4 ഇപ്പുറത്ത് ഇൻഫിനിറ്റി ആണ്, അതിലെ മിനിമം വാല്യൂ 5. അപ്പോൾ ഇയുടെ വാല്യൂ നമുക്ക് 5 കിട്ടി. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫിൻ്റെ, ദാറ്റ് ഈസ് ടെമ്പററി ലേബൽ ഓഫ് എഫ്. ഇക്വേഷൻ സെയിം തന്നെ. ഓൾഡ് ലേബൽ ഓഫ് എഫിന് അത് ഇൻഫിനിറ്റി ആണ്. പിന്നെ ഓൾഡ് ലേബൽ ഓഫ് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്. ഇനി ഡിസ്റ്റൻസ് ഫ്രം സി ടു എഫ് ഇസ് 3. നമുക്ക് ഈ 3 നമുക്ക് ഗ്രാഫിൽ നിന്ന് ചെയ്യുന്നു. അപ്പോൾ 3 plus 1 ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമ്മളുടെ വാല്യൂസ് എല്ലാം അപ്ഡേറ്റ് ആകും. എ ബി സി ഇ എഫ് ജി വരെയുണ്ട്. എ ബിയും സിയും പെർമനന്റ് ലേബൽ ആയിട്ടുണ്ടായിരുന്നു. എയുടെ വാല്യൂ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 7 ആയിരുന്നു, അതിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് എന്തായി? 4 ആയിട്ട് മാറി. ഇനി ഡി ഇൻഫിനിറ്റി തന്നെയായിരുന്നു. ഇക്ക് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 5. അതുപോലെ എഫിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 4. 5ഉം 4ഉം ബാക്കിയാണ്. നെക്സ്റ്റ് ഇതിൽ നിന്ന് സ്മോളസ്റ്റ് ലെവൽ നമ്മൾ പെർമനന്റ് ലെവലാകും. ഇവിടെ നമ്മൾ സ്മോളസ്റ്റ് ലെവൽ ഏതായിരിക്കണം? 2 4 ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പെർമനന്റ് ആയി കഴിഞ്ഞു. പെർമനന്റ് ആയിട്ടില്ലാത്തതിൽ സ്മോളസ്റ്റ് ഏതാണ് എടുക്കുക. അപ്പോൾ 2 4 നമുക്ക് കിട്ടി. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ എഫ് ചൂസ് ചെയ്തിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പോൾ എഫിനെ പെർമനന്റ് ലേബലാക്കി മാറ്റി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? എഫിൻ്റെ സക്സസേഴ്സിനെ കണ്ടുപിടിക്കുക. എഫിൻ്റെ സക്സസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫിൽ പോവാം. ഇതാണ് എഫ്. എഫിൻ്റെ സക്സസേഴ്സ് ഏതൊക്കെയുണ്ട്? ഇ ഉണ്ട്, ജി ഉണ്ട്, ഡി ഉണ്ട്. അപ്പോൾ 1 4 7 10 അത് 3ആണ് ഡിസ്റ്റൻസുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ എഫിനെ പെർമനന്റ് ആക്കി. ഇനി അതിൻ്റെ 3 ബി ഇ ജി ഇത് 3ആണ് 3 എഡ്ജസ്. ഇതിൽ നിന്ന് പുറത്തേക്കുള്ള ഔട്ട്ഗോയിങ് ആക്കി. അപ്പോൾ എഫിൻ്റെ സക്സസേഴ്സ് ആണ് ഡി ഇ ജി. ഈ ഓരോന്നിൻ്റെയും ലേബൽ അപ്ഡേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടെമ്പററി ലേബൽ ഓഫ് ഡി. അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കണം? ഓൾഡ് ലേബൽ ഓഫ് ഡി എടുക്കണം. ഡി ഇതുവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി തന്നെയാണ്. ഇനി ഓൾഡ് ലേബൽ ഓഫ് എഫ്. എഫിൻ്റെ അപ്ഡേറ്റഡ് വാല്യൂ ഇപ്പോൾ 4 ആണ്. പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം എഫ് ടു ഡി. അത് നമ്മൾ ഗ്രാഫിൽ 10 കണ്ടതാണ്. ദാറ്റ് ഈസ് 4 + 10 = 14 കിട്ടും. നെക്സ്റ്റ് ഇയുടെ ടെമ്പററി ലേബൽ എടുക്കുക. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഇക്ക് 5 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ആ വാല്യൂ ചേഞ്ച് വരുമോ ഇല്ലെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ടെമ്പററി ലേബൽ ഓഫ് ഇ. അപ്പോൾ ഓൾഡ് ലേബൽ എന്ന് വെച്ചാൽ എന്താണ്? 5 ആണ്. സെക്കൻഡ് പാർട്ടിൽ എന്ത് വരും? ഓൾഡ് ലേബൽ ഓഫ് ഐയും ഡിസ്റ്റൻസ് ഫ്രം ഐ ടു ജെയും. ഐ എന്താണ് ഇവിടെ? എഫ് ആണ് ഐ. മീൻസ് എഫിൽ നിന്നാണ് നമ്മൾ ഈ 3 ജനറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലാസ്റ്റ് പെർമനന്റ് ലെവൽ കൊടുത്ത വെർട്ടെക്സ് ഏതാണ്? എഫ് ആണ്. സോ ദിസ് ഈസ് കൺസിഡർഡ് ആസ് ഐ. ഓൾഡ് ലെവൽ ഓഫ് എഫ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഉണ്ട് എഫിൻ്റെ വാല്യൂ 4 ഉണ്ട്. ദാറ്റ് 4 പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം എഫ് ടു ഇ. നമ്മൾ ഗ്രാഫിൽ എഡ്ജ് നോക്കുക. എഫ് ഇ എഡ്ജ് നോക്കുക, അതിൻ്റെ വെയിറ്റ് ആണ് 4. അപ്പോൾ 5ഉം 4 + 4 8. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂസ് 5. അപ്പോൾ ഇയുടെ ടേബിളിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഡിയും ഇയും കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ജി. അപ്പോൾ ജിയുടെ ടെമ്പററി ലേബൽ കണ്ടുപിടിക്കുക. മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് ജി. ജി ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഈ ഓൾഡ് ലേബൽ ഓഫ് എഫ് എന്താണ്? എഫ് പെർമനന്റ് ലെവൽ ആക്കിയപ്പോൾ അതിൻ്റെ വാല്യൂ 4 ആയിരുന്നു. ഡിസ്റ്റൻസ് ഫ്രം എഫ് ടു ജി എന്ന് പറഞ്ഞാൽ ഗ്രാഫിൽ നോക്കുക. എഫിൽ നിന്ന് ജിയിലേക്കുള്ള എഡ്ജിൻ്റെ വെയിറ്റ് ദാറ്റ് ഈസ് 7 ആൻഡ് 4 + 7 = 11. അപ്പോൾ വാല്യൂസ് എല്ലാം വീണ്ടും ഒന്നും കൂടി അപ്ഡേറ്റഡ് ആയി. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് പിയും ഇയും ജിയും ആണ് ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഇൻഫിനിറ്റി രണ്ടും പോയി. ഈ 5 ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഡിയിലും ജിയിലും നമ്മൾ പുതിയ വാല്യൂസിനെ ആഡ് ചെയ്യണം. ഡിയുടെ കേസിൽ 14 വന്നു, ഇക്ക് 5 ആണ്, ഇക്ക് 11 ആണ്. അപ്പോൾ ഇക്ക് ചേഞ്ച് ചെയ്യുന്നില്ല 5 തന്നെ. ഡിയുടെ കേസിൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് 14 ആണ്, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തു. ഇക്ക് ഇവിടെ കിട്ടിയ 11 ആണ്, അത് ഇവിടെ അപ്ഡേറ്റ്. ഇനി വീണ്ടും ഇതിൽ നിന്ന് സ്മോളസ്റ്റ് ലെവൽ ബിക്കംസ് പെർമനന്റ്. ഇതിൽ സ്മോളസ്റ്റ് ഏതാണ്?
ഇപ്പം പെർമനന്റ് ലേബൽ ആയിട്ടില്ലാത്ത സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ എ ആണുള്ളത്. അപ്പോൾ ഇതിനെ നെക്സ്റ്റ് പെർമനന്റ് ലേബലാക്കി, അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എയുടെ സക്സസേഴ്സിനെയാണ് നോക്കേണ്ടത്. അപ്പോൾ എയുടെ സക്സസേഴ്സിൽ നമുക്ക് ബിയും ബിയും നമുക്ക് ഗ്രാഫിൽ നോക്കിയേക്കാം. എയുടെ സക്സസേഴ്സ് ഇവിടുന്ന് ഇങ്ങോട്ടുമാണ് എൻട്രീസ് ഉള്ളത്. 1 is B and 1 is E. ഡിയിലേക്ക് 8ഉം ഇയിലേക്ക് 2. ഡിയും ഇയും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലേബൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ന്യൂ ടെമ്പററി ലേബൽ ഓഫ് ഡി. ആദ്യം ഓൾഡ് ലേബൽ ഓഫ് ഡി എടുക്കുക. ഡിക്ക് ഇപ്പോൾ ലേബൽ എന്തായിരുന്നു? 14 ആയിരുന്നു. ദാറ്റ് ഈസ് 14. പിന്നെ ഓൾഡ് ലേബൽ ഓഫ് എ. ഈ എ എന്ന് പറഞ്ഞത് ഏതായിരുന്നു? നമ്മുടെ ഐയുടെ വാല്യൂ. എന്നുവെച്ചാൽ ലാസ്റ്റ് പെർമനന്റ് ലേബൽ കൊടുത്തതിനാണ് എയ്ക്കാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 4. അപ്പോൾ 4 പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം എ ടു ഡി. അത് നമ്മൾ ഗ്രാഫിൽ ഇപ്പോൾ കണ്ടു. എയിൽ ഡിയിലേക്കുള്ള എഡ്ജിൻ്റെ വെയിറ്റ് 8 ആണ്. അപ്പോൾ 8 പ്ലസ് 4 12 14. അതിൻ്റെ മിനിമം വാല്യൂസ് 12. അപ്പോൾ അത് അപ്ഡേറ്റഡ് ആയി 14 ആയിരുന്നു, അതിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് 12 ആയി. ദെൻ ദ ന്യൂ ടെമ്പററി ലെവൽ ഓഫ് ഇ. അപ്പോൾ ഇയുടെ ഓൾഡ് ലെവൽ എടുക്കുക. ഇയുടെ ഓൾഡ് ലെവൽ 5 ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഓൾഡ് ലെവൽ ഓഫ് എ. എയുടെ ലെവൽ എന്തായിരുന്നു? അത് 4 ആയിരുന്നു. 4 പ്ലസ് ഡിസ്റ്റൻസ് ഫ്രം എ ടു ഇ. അത് ഗ്രാഫിൽ നമുക്ക് കിട്ടി. എയും ഇയിലേക്കുള്ള എഡ്ജിൻ്റെ വെയിറ്റ് ദാറ്റ് ഈസ് 2. അപ്പോൾ 5ഉം 6ഉം. അപ്പോൾ അതിൽ മിനിമം സെഗെയിൻ 5. അപ്പോൾ ഇക്ക് ചേഞ്ച് ചെയ്യുന്നില്ല. ഡിയുടെ വാല്യൂ 12 ആയിട്ട് അപ്ഡേറ്റ് ആയി. അപ്പോൾ ദിസ് ഇസ് ദ സിറ്റുവേഷൻ. ഇ 14 ആയിരുന്നു, 12 ആയി. ഇക്ക് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് വീണ്ടും സ്മോളസ്റ്റ് ലെവൽ നമ്മൾ പെർമനന്റ് ആകുന്നു. ഇതിൽ സ്മോളസ്റ്റ് ഏതാണ്? 5 ആണ്. അപ്പോൾ ഇ ബിക്കംസ് പെർമനന്റ്. അപ്പോൾ ഈ ടിക്ക് മാർക്ക് പെർമനന്റിനെ ഡിനോട്ട് ചെയ്യാണ്. ഇനി ഇയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കുക. ഇയിലും മൊത്തം ഡയറക്റ്റ് എഡ്ജേ ഉള്ളൂ, ദാറ്റ് ഈസ് ടു ജി. അപ്പോൾ നെക്സ്റ്റ് ജി ഈസ് ദ വെർട്ടെക്സ് ടു ബി എക്സ്പ്ലോർ. അപ്പോൾ ജിയുടെ ടെമ്പററി ലെവലിൻ്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ ഓൾഡ് ലേബൽ ഓഫ് ജി എത്ര അതിനുള്ള 11 ആണ് ഓൾഡ് ലേബൽ. ഇനി ഓൾഡ് ലേബൽ ഓഫ് ഇ പ്ലസ് ബി ഇ ജി. ഇ ആണല്ലോ, ഇയിൽ നിന്നാണല്ലോ നമ്മൾ ഈ ജിയിലേക്ക് എത്തിയത്. അപ്പോൾ ലാസ്റ്റ് പെർമനന്റ് ലേബൽ കിട്ടിയ വെർട്ടെക്സ് ഇ ആണ്. അപ്പോൾ ഐ ഈക്വൽ ടു ഇ. അപ്പോൾ ഇയുടെ ഓൾഡ് ലെവൽ എടുക്കുക. ഇയുടെ ഓൾഡ് ലെവൽ ഇസ് 5 പ്ലസ് ഡിസ്റ്റൻസ് ഫ്രോം ഇ ടു ജി. ഇന്ന് ജിയിലേക്കുള്ള എഡ്ജിലെ ഗ്രാഫിനുള്ള വെയിറ്റ് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2. 11ഉം 7ഉം അതിൻ്റെ മിനിമം വാല്യൂ ഈക്വൽ ടു 7. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഈ ജി അപ്ഡേറ്റ് ചെയ്ത് എന്താക്കി മാറ്റാൻ പറ്റും? 7 ആക്കി മാറ്റാൻ പറ്റും. നെക്സ്റ്റ് അഗെയിൻ ദ സ്മോളസ്റ്റ് ലെവൽ ബിക്കംസ് എ പെർമനന്റ് വൺ. ഇതിൽ സ്മോളസ്റ്റ് 7 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് പെർമനന്റ്ലി ലേബൽ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണ്? ജി ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ബി ആയിരുന്നു. ബിയിൽ നിന്ന് ജിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരുന്നു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ പ്രോസസ്സ് നമുക്ക് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? ജി എന്ന് പറഞ്ഞ വെർട്ടെക്സ് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ടെർമിനൽ വെർട്ടെക്സിന് പെർമനന്റ് ലെവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ജിക്ക് പെർമനന്റ് ലെവൽ കിട്ടി. ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 7. ദാറ്റ് മീൻസ് 7 ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ബി ടു ജി. This is Dijkstra's algorithm for finding the shortest path from a specified vertex to another specified vertex.